ലൈംഗികത എപ്പോഴും എല്ലാവരിലും ഒരുപോലെയല്ല. മനുഷ്യരിലും മൃഗങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ലൈംഗികത അവർ പ്രകടിപ്പിക്കാറ്. അതായത് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവൻ ബുദ്ധിയുള്ളവനാണ്. അതായത് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ചിന്ത ഒരു കാര്യത്തെപ്പറ്റി മാത്രമായിരിക്കും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. കോടിക്കണക്കിന് മില്യൺസ് കണക്കിന് ചിന്തകൾ അവരുടെ മനസ്സിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് ലൈംഗികത കൂടുതലുള്ള ഒരു മനുഷ്യൻ, അതായത് സെക്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അവൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ സെക്സിന് അഡിക്റ്റ് ആയാൽ അവൻ്റെ മനസ്സിൽ 24 മണിക്കൂറും സെക്സിനെ പറ്റിയുള്ള ചിന്ത മാത്രമായിരിക്കും. അതായത് സെക്സ് എന്നുള്ളത് അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൈറ്റ് ബോൾ പോലെ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ ബോളിലേക്ക് മാത്രമായിരിക്കും അവൻ്റെ ശ്രദ്ധ. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലെ അവൻ കരുതുന്നില്ല. അപ്പോൾ ലൈംഗികതയ്ക്ക് അഡിക്റ്റ് ആയ ഒരു മനുഷ്യൻ, അതായത് സെക്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, തീർച്ചയായിട്ടും അവൻ ചെയ്യുന്നത് സെക്സിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അവന് ആവശ്യം പണം മാത്രമാണ്. അപ്പം ഈ പണം ഉപയോഗിച്ച് വേണം അവന് പല സ്രോതസ്സുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവന് ജീവിതത്തിൽ അവന് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. അതിലവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവന് ഫിനാൻഷ്യൽ പരമായ ഡെവലപ്മെന്റ് ഇല്ല. അതോടൊപ്പം തന്നെ അവന് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യണമെന്നില്ല, നല്ലൊരു ഫ്യൂച്ചർ കണ്ടെത്തണമെന്നില്ല. ഒരു ചിന്താഗതികളും അവനില്ല. എപ്പോഴും സെക്സിനെ പറ്റി മാത്രമാണ് അവൻ്റെ ചിന്ത. അങ്ങനെയുള്ള ആളുകളെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കി കഴിയുമ്പോൾ 2, 3, 4 കൗൺസിലിംഗ് വിധേയമാക്കി കഴിയുമ്പോൾ റിയാലിറ്റിയെ പറ്റി അവന് മനസ്സിലാവുകയും യഥാർത്ഥ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരികയും എന്തും നടന്നോട്ടെ, മറ്റുള്ളവർ ഏത് വഴിക്ക് സഞ്ചരിച്ചോട്ടെ, എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി. അതായത് സെക്സിനെ പറ്റിയുള്ള ചിന്തകൾ കൂടി വരുമ്പോൾ ആ സെക്സ് ലഭിക്കുന്നതിന് വേണ്ടി, സെക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. അവന് പല നീച മാർഗങ്ങളിലൂടെയും പണം സമ്പാദിക്കുകയും സെക്സിനുള്ള ഉറവിടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ലൈംഗികതയ്ക്ക് അഡിക്റ്റായ മനുഷ്യൻ അവനെ പറ്റി ചിന്തിക്കുന്നില്ല, അവൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഫിനാൻഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റി ചിന്തിക്കുന്നില്ല, സമൂഹത്തിൽ എന്താ നടക്കണേന്ന് പോലും അവനറിയില്ല. കുറേ ആളുകൾ ജീവിക്കുന്നു, അതിൻ്റെ കൂടെ ഞാനും ജീവിക്കുന്നു. അപ്പോൾ ഒരു ലൈഫിൽ റൊട്ടീൻ പോലെ പണം സമ്പാദിക്കുക, സെക്സിന് അഡിക്റ്റായി, ലൈംഗികതയ്ക്ക് അഡിക്റ്റായി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ അവൻ്റെ ജന്മം അങ്ങോട്ട് തീരുക എന്നുള്ളത് മാത്രമാണ് ലൈംഗികതയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞാൽ, ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് സ്ത്രീയും പുരുഷനും അവർക്ക് ഒരു ശരിക്കും ഒരു അറേഞ്ച്മെൻറ്റിൽ, അതായത് ഇപ്പോൾ മാരേജ് ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ അനോളായി ജീവിക്കുന്ന ആളുകളുണ്ട്, വേർപിരിഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത്, സന്തോഷം അനുഭവിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്സ് എന്ന് പറഞ്ഞാൽ, ലൈംഗികത എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് തോന്നുന്ന സമയത്ത് മറ്റൊരാളെ നിർബന്ധിച്ച് ചെയ്യിക്കുകയോ നിർബന്ധപൂർവ്വം ചെയ്യിക്കുക, അതൊന്നും അത്ര നല്ല കാര്യമല്ല. ശരിക്കും അത് ഹെൽത്തിനെ ബാധിക്കുകയും മൈൻഡിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് ഒരിക്കലും പാപമല്ല, സെക്സ് എന്ന് പറയുന്നത് പാപമല്ല. കാരണം നമ്മളുടെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ മാരേജ് ആവശ്യമാണ്, ഇതുപോലെ സെക്സ്, ലൈംഗികത എല്ലാം ആവശ്യമാണ്. ഇന്ത്യയെ പറ്റി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. നെതർലാൻഡ്സ് പോലുള്ള കൺട്രീസിൽ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, അതിനുവേണ്ടി തന്നെ അവരെ അധ്യാപകന്മാരെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് കുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ സെക്സിനെ പറ്റി അറിയാനും അത് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ അത്യാവശ്യം തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് ഇന്ത്യയിൽ വേണം, പക്ഷേ ഇന്ത്യയിൽ അതില്ല. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട വേറെ കാര്യങ്ങളുമുണ്ട്. ഈ സെക്സ് എന്ന് പറയുന്നത് പാപമല്ല എന്നും നമ്മുടെ ലൈഫിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നും, പക്ഷേ അത് തോന്നുമ്പോൾ ചെയ്യേണ്ടതല്ല എന്നും, അതിന് നമ്മുടെ മനസ്സിനെ ഭാഗമായ ശേഷവും നമ്മുടെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ തിരിച്ചറിയേണ്ടതാണ്. അല്ലാതെ 24 മണിക്കൂറും എനിക്ക് സെക്സ് മതി, ലൈംഗികത മതി എന്ന് പറഞ്ഞ ജീവിതത്തെ സ്പോയിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല. ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് പാകപ്പെടുന്ന സമയത്ത് ചെയ്യുന്നത് ഒന്ന് മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ
സെക്സ് വീഡിയോസ് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ആളുകൾ സെക്സ് വീഡിയോസിന് അഡിക്റ്റായി ഇരിക്കുന്ന ആളുകളുണ്ട്. ഫാമിലീസിൽ തന്നെ സെക്സ് വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ഹസ്ബൻഡ്മാരും വൈഫ്മാരും അവരെ നിർബന്ധിക്കുന്ന ഒരവസ്ഥ വരെയുണ്ട്. അങ്ങനെ ശരിക്കും ഡൈവോഴ്സ് കേസിലേക്ക് വരെ എത്തുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സെക്സ് വീഡിയോസിൽ നമ്മൾ കാണുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ സെക്സ് വീഡിയോസിൽ കാണുന്ന സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ അത്രയും സൗന്ദര്യം, നമ്മുടെ ശാരീരിക സൗന്ദര്യം, അതോടൊപ്പം തന്നെ മെയ്വഴക്കങ്ങളുമുള്ള രൂപലാവണ്യമുള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കണം എൻ്റെ ഭാര്യമാർ എന്ന് ഒരു നിർബന്ധ ബുദ്ധി സെക്സ് വീഡിയോസിൽ അഡിക്റ്റ് ആയവർക്കുണ്ടാകും. അത് പുരുഷനും ഉണ്ടാകും, സ്ത്രീക്കും ഉണ്ടാകും. അപ്പോൾ ഈ സെക്സ് വീഡിയോസിൽ കാണുന്ന പോലെയുള്ള ആളുകൾ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയാം, വൈകൃതങ്ങൾ എന്ന് തന്നെ പറയാം. ആ കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കൊള്ളണമെന്നില്ല. ആ വീഡിയോയിൽ അഭിനയിക്കുന്ന സുന്ദരികളായ സ്ത്രീകളെ പോലെയുള്ള ആളുകളായിരിക്കില്ല നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്. അപ്പോൾ ഈ കാര്യം ശരിക്കും ഞാൻ അവസാനമായി നിങ്ങളോട് പറയുന്നത്, ലൈംഗികത സെക്സ് എന്ന് പറയുന്നത് പാപമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാം വേണം, പക്ഷേ സെക്സിനോ ലൈംഗികതയ്ക്കോ അഡിക്റ്റ് ആകരുത്. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നും അറിയില്ല. നമ്മൾ അതിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആ സമയത്താണ് നമ്മുടെ ലൈഫ് സ്പോയിൽഡ് ആകുന്നത്. ഇത് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. നമുക്ക് എല്ലാം വേണം. കുട്ടികൾ വേണം, കുടുംബം വേണം, ഫാമിലി വേണം, അതോടൊപ്പം തന്നെ സെക്സും വേണം നമുക്ക്. അതുപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണം, മണി വേണം, എല്ലാം നമുക്ക് വേണം, ജീവിത സൗകര്യങ്ങളെല്ലാം വേണം. എല്ലാം കൂടി കൂടിയതാണ് സമൂഹം എന്ന് ചിന്തിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ കറക്റ്റ് പങ്കാളിത്തം നമ്മുടെ ലൈഫിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഓരോ സാധനങ്ങളോടും അമിതമായിട്ടുള്ള ക്രേസ് എന്നുള്ളത് ആപത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.